അപ്പോൾ നമസ്കാരം. ഇന്ന് ഞാൻ നമ്മുടെ തൊടുപുഴ ഏറ്റവും സുപ്രധാനമായിട്ട് നമ്മുടെ പല രോഗികൾക്കും എല്ലാം ബുദ്ധിമുട്ടായിട്ട് വന്ന ഒരു കേസായിട്ട് സംസാരിക്കാൻ വന്നതാണ്. അതായത് നമ്മുടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ പഴയ ചാരിയാട്ട് ഹോസ്പിറ്റലിലേക്ക് കയറുന്ന വഴിയാണ്. ആ കയറുന്ന വഴിക്ക് നോക്കുക, ചേട്ടൻ ചാർജ് പോവാ. ഇവിടെ ഇങ്ങനെ അനങ്ങി തൂങ്ങി ഇങ്ങനെ പോകുന്ന ഒരു ഗിതേട് വന്നിട്ട് ഇവന്മാർ ഈ ചെയ്തേക്കളെ ഇവിടെ കട്ട വിരിച്ചിട്ട് പോയി. ഒരു മാസം മുമ്പ് കട്ട വിരിച്ചിട്ട് പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കട്ട വിരിച്ചിട്ട് പോയാൽ ഈ ഒരു 5 6 അല്ലെ 10 കട്ട വിരിച്ചിട്ട് പോയാൽ നാളെ തന്നെ ആ ബില്ല് എഴുതി അവർക്ക് 1000 രൂപയുടെ പണി എടുത്തു കഴിഞ്ഞാൽ 5000 രൂപ ബില്ല് എഴുതി മേടിക്കാം. പക്ഷേ ഇതൊന്ന് ടാർ ചെയ്യാൻ നവംബർ മാസം മുതൽ നമ്മുടെ ഈ പറഞ്ഞ ഈ വേനലവധിക്കാലം നവംബർ മാസം മുതൽ സമയമുണ്ടായിരുന്നു. എന്നിട്ട് ടാർ ചെയ്യാണ്ട് അവന്മാര് ഈ സമയത്ത് ഈ മഴയ്ക്ക് ഈ ജൂൺ മാസം തുടക്കത്തിൽ ഇവിടെ കൊണ്ടുവരും 1000 10 കട്ട വിരിച്ചിട്ട് ഇവന്മാർ പോയി. പക്ഷെ എന്നാൽ അന്ന് ഈ പറഞ്ഞ ഈ ടാർ ചെയ്തായിരുന്നാൽ നല്ല രീതിയിൽ ടാർ ചെയ്തായിരുന്നാൽ ഈ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പം ഈ രോഗികൾക്ക് ഇവിടുന്ന് വളഞ്ഞിരിഞ്ഞ് പോണ് നിങ്ങൾ കാണുക. ഈ വളഞ്ഞിരിഞ്ഞ് പോണ വഴി എന്ന് പറഞ്ഞാൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, അതായത് പഴയ ചാരിയാട്ട്. ഇവിടെ പലർക്കും ഒരുപാട് രോഗികൾ തന്നെയാണ്. ആ രോഗികൾക്കെല്ലാം പോകേണ്ട ഒരു വഴിയിൽ ഇങ്ങനൊരു അബദ്ധം കാണിച്ചിട്ട് ഇപ്പം എല്ലാവരും ഇവിടെ വന്ന് മറിഞ്ഞു വീണു പിടിക്കണു. മൊത്തം ബഹളമാണ്. അവിടെ ഇവന്മാർ ഇതെന്തെങ്കിലും ഇപ്പം മഴയായിട്ട് കുറ്റം പറയാനില്ല. വന്നു അടുത്ത ആംബുലൻസ് ഇപ്പോൾ വന്നോളൂ. നോക്കുക, ഇവിടെ തിരിഞ്ഞു പോണേ. മാറാ കണ്ടോ ഇവിടുന്ന് കട്ടത് പൊക്കോ കണ്ടോ. അവിടെ ആ കട്ടർ തിരിഞ്ഞ് പോകണമെങ്കിൽ ഒരു രോഗിക്ക് 1 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ്, അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് 10 സെക്കൻഡ് പോലും നമ്മുടെ ജീവൻ അപഹരിക്കാവുന്ന ഒരു സെക്കൻഡുകളാണ്. അപ്പോൾ ഇതൊന്ന് മര്യാദയ്ക്ക് ചെയ്തിട്ട് പോകാൻ പറ്റുമെങ്കിൽ ചെയ്യുക. PWD എന്തെങ്കിലും ചെയ്യുക. അല്ലാണ്ട് ഈ 10 ഘട്ടം കൊണ്ട് വെച്ചിട്ട് 1000 രൂപയുടെ സാധനത്തിന് 5000 രൂപ മേടിച്ചിട്ട് പോകുന്ന പരിപാടിയില്ല. ഇത് പറയാമെന്നാണ്, കാണിക്കാമെന്നാണ്. നമസ്കാരം. നമ്മൾ ഈ നാട്ടുകാരുടെ തലവേദനയായിട്ട് ഇരിക്കുന്ന ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ട് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം വന്നു കഴിയുമ്പോൾ അതിന് കിട്ടുന്ന ഒരു മനസ്സുഖം അതൊന്ന് കാണിക്കാനും പറയാനുമായിട്ടാണ് ഞാൻ നിങ്ങളോട് വന്നത്. ആദ്യമായിട്ട് നിങ്ങൾ എല്ലാവരോടും നമ്മുടെ ആ വീഡിയോ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്നിട്ട വീഡിയോ ഷെയർ ചെയ്ത് അധികാരികളിലേക്ക് എത്തിച്ച എല്ലാ നാട്ടുകാർക്കും ഒരു നന്ദി പറയുന്നു. അതോടൊപ്പം ഈ പറഞ്ഞ പോലെ ഇട്ടേക്കുന്നത് കട്ട തന്നെയാണ്. പക്ഷേ എന്നും ഇടുന്ന പോലത്തെ കട്ടയല്ല. കട്ട നല്ല ഭംഗിയായിട്ട് നല്ലോണം മെനക്കെട്ട് തന്നെയാണ് ഈ കട്ട ഇട്ടേക്കുന്നത്. എല്ലാ തവണ ഇടുന്നോടെയല്ല. ഇന്നലെ രാത്രി വന്ന് ഞങ്ങൾ കണ്ടായിരുന്നു, നന്നായിട്ട് ഭംഗിയായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്ത് കുറ്റം പറഞ്ഞിട്ട് മാത്രം കാര്യമില്ലോ. അവർ 2 ദിവസം കൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തന്നതിന് ആ ചെയ്ത എല്ലാവർക്കും അധികാരികൾക്കൊരു നന്ദിയും പറയുന്നുണ്ട്. ഇപ്പം നിലവിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തേക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്നലെ കണ്ടപ്പോഴും നല്ല JCB ലോറിയൊക്കെ വന്ന് കുറേ നേരം മെനക്കെട്ടിട്ട് അവർ മൊത്തം കുത്തി പൊളിച്ചൊക്കെ ഇട്ടേക്കണേ. അപ്പം നമ്മൾ ചെയ്ത കാര്യങ്ങൾക്ക് ഒരു ഫലം കിട്ടുമ്പം ഭയങ്കര സന്തോഷമുണ്ട്. അതിന് നിങ്ങളും അതിൻ്റെ അകത്ത് നിങ്ങളുടെ ഈ ഷെയർ ചെയ്ത് എല്ലാം അധികാരികളിലേക്ക് എത്തിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത് നമുക്ക് സാധിക്കണേ. ഇനിയും നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ ഈ പരിപാടിയൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഈ വിളിച്ച് അധികാരികളിലേക്ക് എത്തിക്കാനുള്ള പരിപാടി ചെയ്തോളാം. ഇനി അടുത്തത് നമുക്ക് ഇതാണ് ഈ സാമാനത്തിൻ്റെ കാര്യം. ഞാൻ അടുത്തത് നമുക്കിനി അതിൻ്റെ പുറകെ കൂടെ ഒന്ന് പിടിക്കാനുണ്ട്. അപ്പം എല്ലാവർക്കും ഒന്നും കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒന്ന് അറിയിക്കുകയും ചെയ്തേരെ കേട്ടോ. എൻ്റെ വീഡിയോ കാണാനും എന്നെ മടുത്തു എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഒരുപാടുണ്ട്. അവരൊക്കെ ഒന്ന് കാണട്ടെ. ഇതൊക്കെ എന്തെങ്കിലും നാട്ടുകാർക്ക് ഉപകാരം ഉണ്ടാവുണ്ടെന്ന് അറിയട്ടെ കേട്ടോ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ എല്ലാവരിലേക്ക് എത്തിച്ചേരെ. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞേരെ.